ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. ഇന്ന് നമുക്ക് ഇംതിയാസ് ദാക്ക എഴുതിയ ദ റൈറ്റ് വേർഡ് എന്ന പോം ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പായിട്ട് പോയറ്റിനെ കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. സോ ഇംതിയാസ് ദാക്ക വാസ് ബോൺ ഇൻ 1954 ടു പാകിസ്ഥാനി പേരൻസ്. അപ്പം ഇംതിയാസ് ദാക്ക ജനിച്ചത് എപ്പോഴാണെന്ന് വെച്ചാൽ 1954 ബ്രോട്ടപ്പ് ഇൻ സ്കോട്ട്ലാൻഡ്. അപ്പോൾ സ്കോട്ട്ലാൻഡിൽ വളർന്നു. അപ്പോൾ പാകിസ്ഥാനി ബോൺ ബ്രിട്ടീഷ് പോയറ്റാണ് നമ്മുടെ ഇംതിയാസ് ദാക്ക. ഷീ ഈസ് എൻ അവാർഡ് വിന്നിംഗ് പോയറ്റ്, ആർട്ടിസ്റ്റ് ആൻഡ് ഫിലിം മേക്കർ. അപ്പോൾ അവർ ഒരു അവാർഡ് ജേതാവായ കവയത്രിയും കലാകാരിയും ചലച്ചിത്ര പ്രവർത്തകയുമാണ്. മെനി ഓഫ് ഹർ പോവംസ് ഫോക്കസ് ഓൺ ഹോം, ഫ്രീഡം ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഫെമിനിസം. അപ്പോൾ അവരുടെ കവിതകൾ എന്തിനെക്കുറിച്ചൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം, ഫ്രീഡം, ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഫെമിനിസം. ദ റൈറ്റ് വേർഡ് ഒറിജിനലി പബ്ലിഷ്ഡ് പ്രസിദ്ധീകരിച്ചത് ഇൻ ദാക്കാസ് 2006 കളക്ഷൻ ദ ടെററിസ്റ്റ് അറ്റ് മൈ ടേബിൾ എക്സ്പ്ലോർസ് ദ പവർ ഓഫ് ലാംഗ്വേജ് ഓൺ പീപ്പിൾസ് പെർസെപ്ഷൻ. അതായത് ഭാഷയുടെ ശക്തി, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളും അല്ലെങ്കിൽ സംസാരിക്കുന്ന രീതിയും ആളുകൾ അവരുടെ ചുറ്റുമുള്ള ലോകത്തെ എങ്ങനെ മനസ്സിലാക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു എന്നത് ഈ ദ റൈറ്റ് വേർഡ് എന്ന പോവത്തിലൂടെ എക്സ്പ്ലോർ ചെയ്ത് കാണിക്കുന്നുണ്ട്. The poem was written in 2006, 5 years after the 11th September 2001 terrorist attack in the USA. For some people, the perpetrators of 9/11 were people fighting oppression, while others saw them as murderers. അപ്പോൾ 2001 സെപ്റ്റംബർ 11 അമേരിക്കയിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം, അത് 5 വർഷങ്ങൾക്ക് ശേഷം 2006 ഇംതിയാസ് ദാക്ക ഈ കവിത എഴുതുന്നത്. അപ്പോൾ അന്ന് നടന്ന ഭീകരാക്രമണം നടത്തിയ കുറ്റവാളികളെ അടിച്ചമർത്തലിനെതിരെ പോരാടുന്ന ആളുകളായിട്ട് കുറച്ചുപേര് വിശേഷിപ്പിച്ചെങ്കിലും മറ്റുള്ളവർ വേറെ കുറച്ചുപേര് അവരെ ആരായിട്ടാണ് കണ്ടതെന്ന് വെച്ചാൽ കൊലപാതകികളായിട്ടാണ് കണ്ടത്. 2001 സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിനെ കുറിച്ചൊരു ചെറിയ വിവരണം തരാം. തീവ്രവാദ സംഘടനയായ അൽ-ഖ്വയ്ദയിലെ 19 അംഗങ്ങൾ 4 അമേരിക്കൻ യാത്രാ വിമാനങ്ങൾ റാഞ്ചി. ഇതിൽ 2 ന്യൂയോർക്ക് സിറ്റിയിലെ മാൻഹട്ടനിലുള്ള ലോക വ്യാപാര കേന്ദ്രത്തിൻ്റെ, അതായത് വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ ഇരട്ട ട്വിൻ ടവറിലേക്ക് ഇടിച്ചു കയറ്റി. മിനിറ്റുകൾക്കകം ആ 2 ടവറുകളും നിലംപൊത്തി. ഇതേ സമയം തന്നെ റാഞ്ചിയെടുത്ത 3ാമത്തെ വിമാനം മറ്റൊരു സംഘം വിർജീനിയയിലുള്ള പെൻറ്റഗൺ ആസ്ഥാന മന്ദിരത്തിലേക്ക് ഇടിച്ചിറക്കി. അതുപോലെ 4ാമതൊരു വിമാനം റാഞ്ചിയിരുന്നെങ്കിലും യാത്രക്കാരുടെ ചെറുത്തുനിൽപ്പിനെ തുടർന്ന് പെൻസിൽവാനിയയിലെ സോമർസെറ്റ് കൗണ്ടിലുള്ള ഒരു പാടശേഖരത്തിൽ തകർന്ന് വീണു. ഈ വിമാനം ആക്ച്വലി വൈറ്റ് ഹൗസ് ലക്ഷ്യമാക്കിയാണ് നീങ്ങിയതെന്നാണ് അന്ന് വന്ന ന്യൂസുകൾ. അപ്പോൾ ദ പോയം വാസ് റിട്ടൺ ആഫ്റ്റർ ദ 9/11. ഈ ഭീകരാക്രമണം ശേഷം, ഈ ടെററിസ്റ്റ് അറ്റാക്കിന് ശേഷം 5 വർഷത്തിന് ശേഷം എഴുതിയ പോവുമാണ് നമ്മുടെ ദ റൈറ്റ് വേർഡ്. ദ പോം എക്സ്പ്ലോർസ് ദ പവർ ഓഫ് വേർഡ്സ് ആൻഡ് ദ കൊണോട്ടേഷൻസ്. അപ്പോൾ വാക്കുകളുടെ ശക്തിയും അവയുടെ അർത്ഥവ്യാപ്തിയും ഈ കവിത എക്സ്പ്ലോർ ചെയ്യുന്നു. ദ പോയറ്റ് ട്രൈസ് ഡിഫറെൻറ്റ് വേസ് ഓഫ് ഡിസ്ക്രൈബിംഗ് ദ പേഴ്സൺ ഔട്ട്സൈഡ് ഹെർ ഡോർ, ബട്ട് ഇവൻച്വലി in stanza 6 she abandons words and just uses her eyes. അപ്പോൾ തൻ്റെ വാതിലിന് പുറത്തുള്ള വ്യക്തിയെ വ്യത്യസ്ത രീതികളിലാണ് കവി വിവരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഒടുവിൽ, അതായത് സ്റ്റാൻസ 6 എത്തുമ്പോഴത്തേക്കും ഈ വാക്കുകളൊക്കെ ഉപേക്ഷിച്ച് കണ്ണുകൾ മാത്രം ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീസ് ലുക്കിംഗ് അറ്റ് ദറ്റ് പേഴ്സൺ. ഓക്കെ, അത് നിങ്ങൾക്ക് ഈ പോം റീഡ് ചെയ്ത് മനസ്സിലാക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കും. In this way, she moves from fearfully describing the person as a terrorist to inviting a child into her home. അപ്പോൾ ഈ രീതിയിൽ അവർ ആ വ്യക്തിയെ ഭയത്തോടെ ഒരു തീവ്രവാദി എന്ന് വിശേഷിപ്പിക്കുന്നതിൽ നിന്ന് ഒരു കുട്ടിയെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതിലേക്ക് ഈ കവിത നീങ്ങുന്നുണ്ട്. ദിസ് poem ഈസ് written in free verse. അതായത് ദർ ആർ നോ റൈമിംഗ് വേർഡ്സ് ഇല്ല ഇതിൽ. അതുപോലെ നോ റെഗുലർ റിതം. ദിസ് കുഡ് ബി ഇൻഡിക്കേറ്റീവ് ഓഫ് ഹെർ ബാഫിൽമെൻറ്റ് ആൻഡ് കൺഫ്യൂഷൻ. കോൺവെർസേഷണൽ ആൻഡ് കൊളോക്യൽ സ്റ്റൈൽ. അപ്പോൾ ഇത് റീഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക ഒരു കോൺവെർസേഷണൽ സ്റ്റൈലിലാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ എത്ര സ്റ്റാൻസാസ് ഉണ്ടെന്ന് വെച്ചാൽ 9 സ്റ്റാൻസാസ് ഉണ്ട്. The poem is a conversation that the poet is having with herself about the perceptions and the connotation of words. അപ്പോൾ വാക്കുകളുടെ ധാരണയെയും അർത്ഥത്തെയും കുറിച്ച് കവി സ്വയം നടത്തുന്ന സംഭാഷണമാണ് ഈ കവിത. She states, I work with film and I know that I can take one image and edit it
10 different ways, write 10 different set of words and make it into 10 different stories. അപ്പം പോയിട്ട് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സിനിമയിൽ ജോലി ചെയ്യുന്നു, അതുപോലെ ഒരു ചിത്രമെടുത്ത് 10 വ്യത്യസ്ത രീതികളിൽ എഡിറ്റ് ചെയ്യാനും അതുപോലെ 10 വ്യത്യസ്ത വാക്കുകൾ എഴുതാനും അതിനെ 10 വ്യത്യസ്ത കഥകളാക്കാനും എനിക്ക് കഴിയുമെന്നാണ് നമ്മുടെ പോയിട്ട് ഇവിടെ പറയുന്നത്. That's one of the things that I am trying to do in the poem. അപ്പോൾ റൈറ്റ് വേർഡ് എന്ന കവിതയിൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത് അതാണ്. There is just one image, but it's an image that is interpreted in different ways on the preconception that fit into each verse. അപ്പോൾ ഒരു ചിത്രം മാത്രമേ ഉള്ളൂ. ഇപ്പം നിങ്ങളിപ്പോൾ ഈ ഇത് പോം റീഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും, അതിനകത്ത് ഒരു ചിത്രമേ ഉള്ളൂ, ഒരു ഇമേജേ ഉള്ളൂ. പക്ഷേ ഓരോ വാക്യത്തിലും യോജിക്കുന്ന മുൻധാരണയെ ആശ്രയിച്ച് വ്യത്യസ്ത രീതികളിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു ചിത്രമാണിത് എന്നാണ് നമ്മുടെ പോയിട്ട് പറയുന്നത്. ദ റൈറ്റ് വേർഡ്. ദ പോയറ്റ് ഈസ് സഫറിങ് ഫ്രം ആൻ ഇൻറ്റേർണൽ ഡിബേറ്റ്. ഈ പോം റീഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും പോയറ്റ് ഒരേ കൺഫ്യൂഷനിലാണ്. ട്രൈങ് ടു ഫൈൻഡ് ദ റൈറ്റ് വേർഡ് ടു ഡിസ്ക്രൈബ് ദ പേഴ്സൺ ഔട്ട്സൈഡ് ഹെർ ഡോർ. അതായത് ഒരു വേർഡ് കണ്ടുപിടിക്കുന്നതിൽ തൻ്റെ വാതിൻ്റെ പുറത്ത് നിൽക്കുന്ന ആ വ്യക്തിക്ക് ഒരു കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ഒരു റൈറ്റ് വേർഡ് കണ്ടുപിടിക്കുന്നതിൽ ഒരേ കൺഫ്യൂഷനിലാണ് പോയറ്റ്. നമ്മുടെ പോയത്തിലോട്ട് നമുക്ക് കടക്കാം. Outside the door, lurking in the shadows, is a terrorist. Outside the door, വാതിലിന് പുറത്ത്. Lurking in the shadows, നിഴലുകളിൽ പതിയിരിക്കുന്ന, അതായത് ഡാർക്കായിട്ടുള്ള സ്ഥലത്ത്, ഇരുണ്ട സ്ഥലത്ത് ഒളിച്ചിരിക്കുകയോ ഇല്ല രഹസ്യമായിട്ട് കാത്തിരിക്കുകയോ ചെയ്യുന്നതിനെ ഒരു നല്ല കാര്യം ചെയ്യുന്നതിന് വേണ്ടി ആരും ഇരിക്കത്തില്ല. എന്തെങ്കിലും ഒരു ദോഷകരമായ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളായിരിക്കും ഈ ഡാർക്കായിട്ടുള്ള ഇരുണ്ട സ്ഥലത്തിരിക്കുന്നത്. അപ്പം ഈസ് എ ടെററിസ്റ്റ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ വേർഡ് ടെററിസ്റ്റിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കവിയുടെ ഡോറിൻ്റെ പുറത്തുള്ള ആ വ്യക്തിയെ കവി ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് ആ വേർഡ്, ആ ടെററിസ്റ്റ് എന്നുള്ള വേർഡ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. Outside the door, lurking in the shadows, is a terrorist. So I hope you are clear with this explanation. First stanzas. നമുക്കിനി സെക്കൻഡ് സ്റ്റാൻസയിലോട്ട് പോവാം. Is that the wrong description? അപ്പോൾ പോയിട്ട് ചോദിക്കുവാണ്, അത് തെറ്റായ ഒരു വിവരണമാണോ? Outside the door, taking shelter in the shadow, is a freedom fighter. വാതിലിന് പുറത്ത് നിഴലുകളിൽ അഭയം തേടുന്നത് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. അപ്പോൾ വാതിലിന് പുറത്തുള്ള വ്യക്തി ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്ന് കവി സ്റ്റാൻസ സെക്കൻഡിൽ വിവരിക്കുന്നുണ്ട്. സ്റ്റാൻസ 1 എന്താ പറഞ്ഞത്? ലർക്കിംഗ് ഇൻ ദ ഷാഡോ എന്ന് പറഞ്ഞു. സ്റ്റാൻസ 2 എന്താ പറയുന്നത്? ടേക്കിംഗ് ഷെൽട്ടർ ഇൻ ദ ഷാഡോ എന്ന് പറയുന്നത്. അപ്പം ആ സ്ട്രേഞ്ചർ, ആ അപരിചിതൻ ഇപ്പോൾ ഒളിച്ചിരിക്കുകയല്ല, മറിച്ച് എന്ത് ചെയ്യുവാണ്? അഭയം തേടുകയാണ്. അപ്പം നിങ്ങൾ നോക്കിക്കേ, വേർഡ്, അതായത് പദം തിരഞ്ഞെടുക്കുന്നതിലെ സൂക്ഷ്മമായ മാറ്റം പോലും നമ്മുടെ വ്യാഖ്യാനത്തെ സാരമായി മാറ്റുന്നുണ്ട്. നമുക്കിനി തേർഡ് സ്റ്റാൻസ നോക്കാം. ഐ ഹാവിൻ ഗോട്ട് ദിസ് റൈറ്റ്. റൈറ്റ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന സിറ്റുവേഷനെയാണ്. ഐ ഹാവിൻ ഗോട്ട് ദിസ് റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഹാവ് നോട്ട് അണ്ടർസ്റ്റുഡ്. ഔട്ട്സൈഡ്, വെയിറ്റിംഗ് ഇൻ ദ ഷാഡോസ്, ഈസ് എ ഹൊസ്റ്റൈൽ മിലിറ്റൻറ്റ്. ഔട്ട്സൈഡ്, വെളിയിൽ, വെയിറ്റിംഗ് ഇൻ ദ ഷാഡോസ്, നിഴലിൽ കാത്തിരിക്കുന്നത് ആരാണ്? ഈസ് എ ഹൊസ്റ്റൈൽ മിലിറ്റൻറ്റ്. ഹൊസ്റ്റൈൽ എന്ന് വെച്ചാൽ അൺഫ്രണ്ട്ലി ആയിട്ടുള്ള. മിലിറ്റൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? സമ്മൺ ഹു ഈസ് എൻഗേജ്ഡ് ഇൻ വാർ. അതുപോലെ മിലിറ്റൻ്റ് എന്ന വാക്കിനെ ഇങ്ങനെയും വിശേഷിപ്പിക്കാം. ഹു ആക്ട്സ് അഗ്രസീവ്ലി ഫോർ ദെയർ കോസ്. അതായത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി അക്രമാസക്തമായി പ്രവർത്തിക്കുന്ന ഒരാൾ. അപ്പം നമുക്കിനി ഫോർത്ത് സ്റ്റാൻസയിലോട്ട് പോവാം. ആർ വേർഡ്സ് നോ മോർ ദാൻ വേവറിങ് ഫ്ലാഗ്സ്. ഇവിടെ ഫ്ലാഗ്സിന് യൂസ് ചെയ്തിരിക്കുന്നുണ്ടോ? ഫ്ലാഗ്സ് ആർ യൂസ് ടു കമ്മ്യൂണിക്കേറ്റ്. എന്തിനാ? ഒരു സ്പെസിഫിക് ഗ്രൂപ്പ് കാണിക്കാനോ, അല്ലെങ്കിൽ യൂഷ്വലി ഒരു നാഷണാലിറ്റി. അപ്പം ഇവിടെ ഈ പാസേജ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ലൈക്ക് ദ മൂവ്മെൻറ്റ് ഓഫ് ഫ്ലാഗ്സ്, പതാകകളുടെ ചലനം പോലെ വാക്കുകൾ സ്ഥിരമല്ല എന്നാണ് പറയുന്നത് ഇവിടെ. അപ്പോൾ ഈ വേർഡ്സ് ആർ കമ്പയർഡ് ടു ഫ്ലാഗ്സ്. അതുകൊണ്ട് ഇവിടെ മെറ്റഫർ ഉണ്ട്. വേർഡ്സിന് ഫ്ലാഗുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്. ആർ വേർഡ്സ് നോ മോർ ദാൻ വേവറിങ് ഫ്ലാഗ്സ്. ഇവിടെ സ്പീക്കറിൻ്റെ അൺസർട്ടനിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്. ഔട്ട്സൈഡ് യുവർ ഡോർ, വാച്ച്ഫുൾ ഇൻ ദ ഷാഡോസ്, ഈസ് എ ഗറില്ല വാരിയർ. അപ്പോൾ ഔട്ട്സൈഡ് യുവർ ഡോർ, നിങ്ങളുടെ വാതിലിന് പുറത്ത്, വാച്ച്ഫുൾ ഇൻ ദ ഷാഡോസ്, നിഴലുകളിൽ ജാഗ്രതയോടെ, ഈസ് എ ഗറില്ല വാരിയർ. അപ്പോൾ ദ വേർഡ് ഗറില്ല എന്നുള്ളത് ഒരു ത്രെറ്റനിങ് ആണ്. അതുപോലെ തന്നെ വാരിയർ എന്ന് പറയുമ്പോൾ എന്നതാണ്? ഒരു ഫ്രീഡം ഫൈറ്റർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പോൾ ഇവിടെ പോയിട്ട് കൺഫ്യൂസിങ് ഹെർസെൽഫ്,
പോയിട്ട് മാത്രമല്ല കൺഫ്യൂസ് ആവുന്ന, പ്ലസ് റീഡേഴ്സിനെ ഒരു കൺഫ്യൂഷനിലോട്ട് കൊണ്ടുപോവാണ് ഇവിടെ. വാച്ച്ഫുൾ, അതുപോലെ നോക്കിയേ, വാച്ച്ഫുൾ ഇൻ ദ ഷാഡോസ്. വാച്ച്ഫുൾ എന്ന് പറയുമ്പം ഒരു ന്യൂട്രൽ ഡിസ്ക്രിപ്ഷൻ നമുക്ക് കൊടുക്കാം. അതായത് ദ പേഴ്സൺ ഈസ് എയ്തർ വേരി ഓർ വെയിറ്റിംഗ് ഫോർ ആൻ ഓപ്പർച്യൂണിറ്റി ടു സ്ട്രൈക്ക്. അതായത് ഒന്നെങ്കിൽ ഒരു ജാഗ്രതയുള്ള, ഒരു കോഷ്യസ് അല്ലെങ്കിൽ കെയർഫുൾ ആയിട്ടുള്ള ഒരാൾ, ഇല്ലെങ്കിൽ ഒരു അടിക്കാൻ ഒരു അവസരത്തിനായി, അതായത് ഒരു സ്ട്രൈക്കിനായി, അവസരത്തിനായി കാത്തിരിക്കുന്ന ഒരു ആൾ എന്നും നമുക്ക് വിശേഷിപ്പിക്കാം. ഇനി അടുത്ത സ്റ്റാൻസ, ഗോഡ് ഹെൽപ്പ് മീ. അപ്പോൾ പോയിട്ട് ആരോടാ സഹായം ചോദിക്കുന്നത്? ദൈവത്തോട് സഹായം ചോദിക്കുകയാണ്. ദൈവമേ എന്നെ സഹായിക്കൂ. Outside, defying every shadow is a martyr. I saw his face. അപ്പം ദ ഐഡിയ ഓഫ് ഡെഫിയൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കറേജിയസ് ആയിട്ടുള്ള, ഒരു ഡെയറിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ. അതുപോലെ മാർട്ടിയർ എന്ന് പറഞ്ഞാൽ ആരാണ്? രക്തസാക്ഷി. അപ്പോൾ ഇപ്പം 5th സ്റ്റാൻസർ എന്താ പറയുന്നത്? തൻ്റെ വാതിലിന് പുറത്ത് നിൽക്കുന്ന ആ വ്യക്തി ഒരു മാർട്ടിയറാണ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പറയുന്നുണ്ട് ഐ സോ ഹിസ് ഫേസ്. അപ്പോൾ ഈ സ്റ്റാൻസറാണ് സ്പീക്കർ, അതായത് പോയിട്ട് ആദ്യമായിട്ട് ആ ഫേസ് കാണുന്ന പേഴ്സൻ്റെ. അപ്പോൾ ഇതിന് മുമ്പ് ആരൊക്കെയായിട്ടാണ് വിശേഷിപ്പ്? ഒരു ടെററിസ്റ്റ് ആണെന്ന് പറഞ്ഞു ഫസ്റ്റ് സ്റ്റാൻസിൽ, പിന്നെ ഫ്രീഡം ഫൈറ്റർ ആണെന്ന് പറഞ്ഞു 3rd സ്റ്റാൻസിൽ, ഹോസ്റ്റൽ മിലിറ്റൻ്റ് എന്ന് പറഞ്ഞു, പിന്നെ ഗറില്ല വാരിയർ എന്ന് പറയുന്നു, പിന്നെ ഈ സ്റ്റാൻസിൽ മാർട്ടിയർ എന്ന് പറയുന്നു. അപ്പോൾ അടുത്ത 6th സ്റ്റാൻസിൽ പറയുന്നുണ്ട് ആരാണ് നിൽക്കുന്നതെന്നുള്ളത്. ഓക്കെ, ഈ സ്റ്റാൻസാസിലൂടെ പോയിട്ട് നമുക്ക് ആക്ച്വലി പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തിയെ നമ്മൾ എങ്ങനെ കാണണമെന്ന് സമൂഹം ആഗ്രഹിക്കുന്നുവോ അതുപോലെയാണ് നമ്മൾ സാധാരണമായി പെരുമാറുന്നത്. അതാണ് ഇവിടെ ആക്ച്വലി മനസ്സിലാക്കി തരുന്നത് നമുക്ക്. നോ വേർഡ്സ് ക്യാൻ ഹെൽപ്പ് മീ നൗ. ജസ്റ്റ് ഔട്ട്സൈഡ് ദ ഡോർ, ലോസ്റ്റ് ഇൻ ദ ഷാഡോസ്, ഈസ് എ ചൈൽഡ് ഹു ലുക്സ് ലൈക്ക് മീ. അപ്പം നോ വേർഡ്സ് ക്യാൻ ഹെൽപ്പ് മീ നൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് ഫെയിൽസ്. അപ്പം എന്ത് വേർഡ് കൊണ്ട് പറയണം എന്നുള്ളത് അറിയില്ല, എന്ത് വേർഡ് യൂസ് ചെയ്യണം എന്നുള്ളത് അറിയത്തില്ല. ജസ്റ്റ് ഔട്ട്സൈഡ് ദ ഡോർ, വാതിലിന് പുറത്ത്. ലോസ്റ്റ് ഇൻ ദ ഷാഡോസ് ഇസ് എ ചൈൽഡ്. ആരാ നിൽക്കുന്നത്? വാതിലിന് പുറത്തുള്ള ആളെ ഒരു നിഷ്കളങ്കമായ കുട്ടിയാണെന്ന് നമ്മുടെ പോയിട്ട് തിരിച്ചറിയുകയാണ് ഇവിടെ. അപ്പം ലുക്സ് ലൈക്ക് മീ എന്ന് പറയുന്നുണ്ട്. അത് തൻ്റെ കുട്ടിയെ പോലെയാണ് അവൻ എന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് ആ കുട്ടിയെ കൂടുതൽ വ്യക്തിപരമാക്കുകയാണ്, അത് പേഴ്സണൽ ആക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. 1 word for you. അപ്പം ദ സ്പീക്കർ ഡയറക്റ്റ്ലി അഡ്രസ്സസ് ദ റീഡർ, നമ്മളെ അഡ്രസ് ചെയ്യുവാണ് ഈ 7th സ്റ്റാൻസയിൽ. 1 word for you. Outside my door, his hand too steady, his eyes too hard, is a boy who looks like your son too. അപ്പോൾ ഔട്ട്സൈഡ് മൈ ഡോർ, വാതിലിന് പുറത്ത്. ഹിസ് ഹാൻഡ് ടു സ്റ്റഡി, ഹിസ് ഐസ് ടു ഹാർഡ് എന്ന് പറയുന്നത് ഈ ബോയുടെ ഹാൻഡും ഐസും സജസ്റ്റ് ചെയ്യുന്നത് ഹി ഹാസ് ബീൻ ത്രൂ ഹാർഡ്ഷിപ്പ്, അതായത് അവൻ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം എന്നാണ് പോയിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഐ ഓപ്പൺ ദ ഡോർ, കം ഇൻ ഐ സേ, കം ഇൻ ആൻഡ് ഈറ്റ് വിത്ത് അസ്. അപ്പം ഈ 8th സ്റ്റാൻസിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പോയിറ്റിൻ്റെ മെൻ്റൽ ബാരിയറും അതുപോലെ ഫിസിക്കൽ ബാരിയറും റിമൂവ് ആവുകയാണ്. അതായത് മെൻ്റൽ ബാരിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റഡ് ബൈ ലാംഗ്വേജ്, ഭാഷ കൊണ്ട് സൃഷ്ടിച്ച, അത് വാക്കുകൾ കൊണ്ട് സൃഷ്ടിച്ച ആ മെൻ്റൽ ബാരിയേഴ്സ് കൊളാപ്സ് ആകുന്നു. അതുപോലെ ഫിസിക്കൽ ബാരിയർ, അതായത് ഫിസിക്കൽ ബാരിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയറ്റിനും ആ പുറത്ത് നിൽക്കുന്ന ആ വ്യക്തി, ആ ബോയും തമ്മിൽ ഒരു ഫിസിക്കൽ ബാരിയർ ഉണ്ടായിരുന്നു. അതായത് വാതിൽ തുറക്കുന്നതിലൂടെ ഒരു ഡോർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വാതിൽ തുറക്കുന്നതിലൂടെ സ്പീക്കറിൻ്റെയും കുട്ടിക്കും ഇടയിലുള്ള ഫിസിക്കൽ ബാരിയറും ഇല്ലാതാവുകയാണ്. അപ്പോൾ 8th സ്റ്റാൻസയിൽ ഐ ഓപ്പൺ ദ ഡോർ തുറക്കുന്നു, കം ഇൻ ഐ സേ, അകത്തേക്ക് വാ എന്ന് പറയുന്നു. അതുപോലെ കം ഇൻ ആൻഡ് ഈറ്റ് വിത്ത് അസ്, വന്ന് ഞങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കൂ. അപ്പോൾ കവിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ ഭയവും നീങ്ങി. ദ ചൈൽഡ് സ്റ്റെപ്സ് ഇൻ ആൻഡ് കെയർഫുള്ളി അറ്റ് മൈ ഡോർ ടേക്സ് ഓഫ് ഹിസ് ഷൂസ്. അപ്പോൾ അകത്തേക്ക് വരുവാണ് കുട്ടി. അപ്പോൾ കുട്ടി വരുന്നതിന് മുമ്പ് ആ ഷൂസൊക്കെ അഴിച്ചു മാറ്റുന്നുണ്ട്. അപ്പോൾ അതിനെ ഒരു സൈൻ ഓഫ് റെസ്പെക്റ്റ് ആയിട്ട് കണക്കാക്കുന്നു. അപ്പോൾ വാതിലിന് പുറത്തുള്ള ഈ വ്യക്തിയെ എന്ത് വിളിക്കണമെന്ന് സ്വയം തീരുമാനിച്ച് കഴിഞ്ഞു നമ്മുടെ പോയിട്ട്. അപ്പം നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാവും. ഡിസ്ക്രൈബിങ് ദ സെയിം സീൻ ഇൻ റിപ്പീറ്റഡ്ലി ഡിഫറിങ് ടേം. അപ്പം ഒരു രംഗം പല തവണ വ്യത്യസ്ത പദങ്ങൾ ഉപയോഗിച്ച് വിവരിക്കുകയാണ് നമ്മുടെ പോയിട്ട് ഇവിടെ. ദ റൈറ്റ് വേർഡ് എന്നുള്ള ഈ പോവും എക്സ്പ്ലോർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ പവർ ഓഫ് വേർഡ്സ്, അതായത്
വാക്കുകളുടെ ശക്തി ടു ക്രിയേറ്റ് കണക്ഷൻസ് ആൻഡ് റിസോൾവ് കോൺഫ്ലിക്ട്സ്. അതായത് ശരിയായ വാക്ക് എങ്ങനെ ഒരു കണക്ഷൻ സൃഷ്ടിക്കുമെന്നും അതുപോലെ തന്നെ ശരിയായ വാക്ക് എങ്ങനെ സംഘർഷങ്ങൾ പരിഹരിക്കും എന്നുള്ളതും ഇവിടെ മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പം നമ്മൾ മറ്റുള്ളവരെ എങ്ങനെ കാണുന്നു അല്ലെങ്കിൽ ലേബിൾ ചെയ്യുന്നു, അതുപോലെ ആ ആളുകൾ എങ്ങനെ സ്വയം കാണുകയും ലേബിൾ ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. I hope you are clear with this explanation. Thank you and have a nice day.